രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. നാളെ കോടതിയിൽ ഹാജരാക്കും. സന്ദീപ് വാര്യർ ഉൾപ്പെടെ കേസിൽ 5 പ്രതികൾ. 4ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ. MLA തേടി അന്വേഷണ സംഘം പാലക്കാട്. ഫ്ളാറ്റിൽ വിശദമായ പരിശോധന നടത്തി SIT. ഭ്രൂണഹത്യ നടത്താൻ രാഹുൽ നൽകിയത് ജീവന് ഭീഷണിയാകുന്ന മരുന്നുകളെന്ന് യുവതിയുടെ മൊഴി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി. ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ 11 വരെ സമയം. കരട് പട്ടിക ഡിസംബർ 16-ന്, അന്തിമ പട്ടിക ഫെബ്രുവരി 14-ന്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ സമയപരിധി ബാധകം. കമ്മീഷൻ നടപടി. SIR ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊണ്ടുപോകാൻ അപേക്ഷ നൽകിയപ്പോൾ അനുമതി നൽകി. കട്ടിളപ്പാളിയും വാതിലും കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലെന്നും മൊഴി. ഗോവർദ്ധനെയും പോറ്റിയെയും ഭക്തരെന്ന നിലയിൽ പരിചയമുണ്ടെന്നും ഗോവർദ്ധനന്റെ ജ്വല്ലറിയിൽ പോയത് ക്ഷണപ്രകാരമെന്നും തന്ത്രി. പോലീസ് കസ്റ്റഡിയിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ വടകര DYSP ഉമേഷിന് സസ്പെൻഷൻ. ആഭ്യന്തര വകുപ്പിന്റെ നടപടി പോലീസ് പദവി ദുരുപയോഗം ചെയ്തതിന്. ഉമേഷിൽ നിന്നുമുണ്ടായത് ഗുരുതര കുറ്റകൃത്യമെന്ന് റിപ്പോർട്ട്. പോലീസ് സേനയിലെ തെറ്റായ കീഴ്വഴക്കങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടാനൊരുങ്ങി സർക്കാർ.